അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വെറുതെ ഇരുന്ന് സമയം കളയാതെ ആ ഒരു സമയത്ത് വെറുതെ സംസാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തസ്ബീഹ് മാല കയ്യിലെടുത്തുകൊണ്ട് എന്തെങ്കിലും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക. ഓരോ നിമിഷവും ഈ ഒരു റമളാൻ മാസം എത്ര പെട്ടെന്നാണെന്നറിയോ നമ്മിൽ നിന്ന് പോവാനിരിക്കുന്നത്. നമ്മളൊന്ന് കണ്ണ് ചുമ്പി എണീക്കുമ്പോഴേക്കും അത്രക്കും സ്പീഡിലാണ് റമളാൻ മാസം പെട്ടെന്ന് തീർന്നു പോകും. ഇനിയിപ്പോൾ ബദരീങ്ങളെ ആണ്ടിൻ്റെ നോമ്പ് 17-ൻ്റെ അന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പോക്കായിരിക്കും. റമളാൻ തീരുന്നത് നമ്മൾ അറിയേയില്ല. അതിൻ്റെ മുന്നേ ആയിട്ടൊക്കെ തന്നെ എനിക്ക് നാളെ തൊട്ട് ഖത്തം തീർക്കണം, നാളെ തൊട്ട് എനിക്ക് ഇത്ര സ്വലാത്ത് ചെല്ലണം, നാളെ എന്ന് നീട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ അതിന് ഉഷാറാവുക, അതിനൊരു ഉന്മേഷത്തോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തെടുക്കാൻ ഒരുങ്ങുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്താഴത്തിന് നമ്മളൊക്കെ എണീക്കുന്ന സമയത്ത് ചൊല്ലാൻ പറയുന്നത് ഒരു ദിക്റാണ് കേട്ടോ. മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട്, അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് ഓരോ കാര്യങ്ങൾ റാഹത്തിലായി വരുമ്പോഴേക്കും എന്തെങ്കിലും പരീക്ഷണങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്ന്. എന്നാലും അവർ പറയും അൽഹംദുലില്ലാ എന്നാണ് ആ ഉമ്മ പറഞ്ഞത് കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാൻ്റെ പരീക്ഷണമാണ് എന്നോർത്ത് സമാധാനിക്കലാണെന്ന്. അങ്ങനെ ആവണം നമ്മൾ. അത് ഈമാനുള്ളവർക്കേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് അള്ള എന്നെ എങ്ങനെ ആക്കിയല്ലോ, എനിക്കൊന്നും പ്രയാസമാണല്ലോ, ഒരു വക്ത് നിസ്കാരം ഞാൻ കളാക്കലില്ല, ദിക്റും സലാത്തും ഒക്കെ ഞാൻ ചൊല്ലുന്ന ആളാണ്, എന്നിട്ടും അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ് പരാതിയാണ് പറയാറുള്ളത്. അതിൻ്റെ ഇടത്ത് ആ ഉമ്മ എന്നോട് പറഞ്ഞത് ഓരോ കാര്യങ്ങൾ അങ്ങനെ റാഹത്തായി വരുന്ന സമയത്തേക്കും ആ ഉമ്മ വീണിട്ട് ആ ഉമ്മയുടെ കൈ മുറിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് പിന്നെയും ആ ഉമ്മ വൈക്ക് വീണിട്ട് കാലിൻ്റെ എല്ല് പൊട്ടി. അങ്ങനെ ഓരോരോ പരീക്ഷണമാണ് മോളെ, ഒന്ന് കഴിയുമ്പോൾ ഒന്നാണ്. എന്നാലും എനിക്ക് അൽഹംദുലില്ലാ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് പറഞ്ഞത്. എനിക്ക് ശ്വാസം എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അതിനൊന്നും അള്ളാഹു എനിക്കൊരു കുഴപ്പവും വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ആവണം നമ്മുടെ കൽബ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അള്ളാഹു എന്നെ അള്ളാഹു എന്നിലേക്ക് കാവൽ നൽകുമെന്നൊരു പ്രതീക്ഷയുണ്ടാവും ഉമ്മാക്ക്. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ വന്നത് നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റാണ്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്ന് കിട്ടാൻ, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടാൻ, അങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ടാവും. ഇന്നാലിനൊരാവശ്യം എൻ്റെ മനസ്സിലുണ്ട്, അത് നാളെ ആകുമ്പോഴേക്കും ആ കാര്യമൊന്നും എനിക്ക് നടന്ന് കിട്ടണം. അങ്ങനെയൊക്കെ ഓരോ പ്രതീക്ഷകൾ നമ്മളിങ്ങനെ ഓർത്തിരിക്കും, ഓരോ ആഗ്രഹങ്ങൾ. ആ ഒരു കാര്യം എനിക്കൊന്ന് പൂർത്തിയായി കിട്ടിയാൽ മതിയെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എക്സാമിലൊന്ന് പാസ്സായി കിട്ടാൻ ഈ ദിക്ർ ഞാൻ നിയ്യത്താക്കി ഞാൻ ചൊല്ലും ഇൻഷാ അല്ലാഹ് എന്ന് മനസ്സിലങ്ങോട്ട് നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. ഉത്തരം കിട്ടും, ഉറപ്പാണ്. നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും. ചൊല്ലുന്ന സമയത്ത് ആരോടും നിങ്ങൾ സംസാരിക്കാണ്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കിബിലക്ക് തിരിഞ്ഞുകൊണ്ട്, കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ദിക്ർ മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത്, എന്താവശ്യമാണോ നിങ്ങളൊക്കെ മനസ്സിലുള്ളത്, ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ ആ പുലച്ചക്ക് എണീറ്റിട്ട് ആദ്യം തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടാവുന്നല്ല, എല്ലാവരും തഹജ്ജുദ് നിർബന്ധമായിട്ട് നിസ്കരിക്കണം. ഏതായാലും നമുക്ക് ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്ത് എണീക്കണം അത്താഴത്തിന് അല്ലേ. അപ്പോൾ ഒരു 3:30 മണിയൊക്കെ ആവുന്ന സമയത്ത് അലാറം വെച്ചിട്ടൊന്ന് എണീറ്റിട്ട് ഒന്ന് പോയി വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. അതിൻ്റെ ശേഷമായിട്ടുള്ള ആ ദുആ ഉണ്ടല്ലോ, ഭയങ്കര ഉത്തരം കിട്ടുന്ന ദുആയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു ദിവസം അങ്ങനെ നിങ്ങളൊന്ന് നോക്കി, ഒന്ന് ദുആ ചെയ്ത് നോക്കി. ഒന്നുകിൽ നിങ്ങളെ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടും, വീണ്ടും നിസ്കരിക്കാൻ നമുക്ക് തോന്നും. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെയും ഇതുപോലെ നിസ്കരിക്കും എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് തന്നെ പറയും. അത്രക്കും ഒരു ആശ്വാസമാണ് ആ ഒരു സമയത്തുള്ള നിസ്കാരം.
അങ്ങനെ ആ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇനി അത്താഴം കഴിച്ചിട്ടോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ ഒക്കെ ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാട്ടോ. അത്താഴം കഴിച്ചതിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ചൊല്ലണം. അല്ലാണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 9 മണി 10 മണിയൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെയല്ല. ഒന്നുകിൽ അത്താഴം കഴിച്ച ഉടനെ അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ മുന്നേ ആയിട്ട് അങ്ങനെയും ചെല്ലാം. അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ഉടനെ ആയിട്ട് നിസ്കാരപ്പാഴയിലിരുന്നു കൊണ്ട് ഈ ദിക്ർ നിങ്ങൾ ഓരോ ആവശ്യവും ഓരോ ആഗ്രഹം മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. 313 തവണയാണ് ചൊല്ലി തീർക്കേണ്ടത്. ഈ 313 തവണ നിങ്ങൾ ചൊല്ലുന്നതും ഒരുമിച്ച് ചൊല്ലി തീർക്കണം. മനസ്സിലായില്ലേ? ഒരുമിച്ചിട്ട് ചൊല്ലി തീർക്കുക. അപ്പോൾ ദിക്ർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുക. ഞാൻ എന്താ പറയുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. നിങ്ങളും കൂടെയായിട്ട് ഒരുമിച്ചിട്ട് ചൊല്ലട്ടോ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 313 തവണ എവിടെയെങ്കിലും ആരോടും സംസാരിക്കാണ്ട്, അതുപോലെ ഈ 313 എണ്ണം ചൊല്ലി തീരുന്നത് വരെ വേറെ ഒന്നും സംസാരിക്കാതെ ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് 313 എണ്ണം ചൊല്ലി തീർക്കുക. എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആവശ്യങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം എന്ത് കാര്യത്തിനാണോ നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത്, ടെൻഷൻ, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ അസുഖം കൊണ്ടാണോ, രോഗം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണോ നിങ്ങൾ, അല്ലെങ്കിൽ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണോ, അങ്ങനെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ മനസ്സിൽ നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് 313 എണ്ണം ചൊല്ലിത്തീർക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ട് എന്ത് കാര്യമാണ് നിങ്ങളൊക്കെ മനസ്സിൽ ഇത് ചൊല്ലുന്ന സമയത്തുള്ളത്, ആ കാര്യം 1 2 ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ആ കാര്യം റാഹത്തിലായി കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെയായിട്ട് മനസ്സിലങ്ങോട്ട് എന്താ പറയുക, നിയ്യത്താക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബേ, എൻ്റെ മനസ്സിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ആരോട് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇത്ര പണം കൊടുക്കാൻ എനിക്ക് ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കണം, അവർ ചോദിക്കുന്നുണ്ട്, ആ പണം എനിക്ക് ആരെങ്കിലും ഒന്ന് ഹലാലായിട്ടുള്ളൊരു പണം എനിക്ക് കൊണ്ടുതരാൻ റബ്ബേ, അങ്ങനെയൊക്കെ മനസ്സിൽ നിയ്യത്താക്കി ചെല്ലാം. ഇനിയിപ്പോൾ ഭർത്താവിന് ജോലിയില്ലാതെ പ്രയാസത്തിലാണ്, അങ്ങനെ ഇന്ന് 2-3 സഹോദരിമാർ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭർത്താവ് പോയിട്ട് വിസിറ്റിങ്ങിന് പോയിട്ട് ജോലിയില്ലാതെ മടങ്ങി വരികയാണ്, നോമ്പ് 15-ന് ഇങ്ങോട്ട് വരും, അതിൻ്റെ മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം, എന്തെങ്കിലും ദിക്റോ സ്വലാത്തോ പറഞ്ഞു തരുമോ, നിങ്ങൾ ഈ പറഞ്ഞ ദിക്ർ നിയ്യത്താക്കിയ മനസ്സിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളെ കാര്യം റാഹത്തിലാക്കി തരും, ഒരു സംശയവും വേണ്ട. ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പോൾ ഫലം കിട്ടുകയാണല്ലോ എന്ന്. എന്നാൽ അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അതിന് ഫലം കിട്ടില്ല. കാരണം നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ നിയ്യത്താക്കി ചൊല്ലുന്നത്. അതിന് പെട്ടെന്ന് അള്ളാഹു പ്രതിഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും. അതുപോലെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടല്ലോ, സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നാരിയത്ത് സലാത്ത് ഉണ്ടല്ലോ, നാരിയത്ത് സലാത്ത് 41 തവണ നിങ്ങൾ നിയ്യത്താക്കി ചെല്ലുക. ഇതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ റാഹത്തിലാവാൻ വേണ്ടിയിട്ട്. അതും എങ്ങനെ വേണോ അറിയോ, അതും സംസാരിക്കാണ്ട് ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കാര്യം വേഗത്തിൽ അള്ളാഹ് സാധിപ്പിച്ച് തരികയുള്ളൂ. അത് ഞാനിപ്പോൾ പറഞ്ഞ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പറഞ്ഞില്ലേ, അതിപ്പോൾ ഞാനിപ്പം ഒരു 10 എണ്ണം ചൊല്ലി. അതിന് ശേഷമായിട്ട് നമ്മുടെ അടുത്ത് വേറെ ഒരാൾ വരികയാണ്, വേറെ ഒരാൾ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണ്. അപ്പം നമ്മൾ അവരോട് അതിനുള്ള മറുപടി പറഞ്ഞിട്ട് വീണ്ടും ആ 11ാമത്തെ ദിക്ർ ഞാൻ ചൊല്ലി. ആ ഒരു ചൊല്ലലുണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ചത്ര നമുക്കതിന് ഫലം കിട്ടില്ല. കാരണം നമ്മൾ മനസ്സ് നല്ല അള്ളാനെ ഓർത്തുകൊണ്ട് ആ ദിക്റിലേക്ക് ഇങ്ങനെ മുഴുകിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ചൊല്ലുന്നത്. നമ്മുടെ മനസ്സിലെന്താ ഉള്ളത്, എനിക്കൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട്, എൻ്റെ അള്ളാഹു എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ ഭയങ്കര പ്രതിഫലം നിങ്ങൾക്കതിന് അള്ളാഹ് തരും
ഇൻഷാ അല്ലാ. അപ്പോൾ ഇതേ രൂപത്തിലായിട്ട് ചൊല്ലാൻ നോക്കുക. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ് സുബൈൻ്റെ ശേഷമായിട്ടില്ലേ, ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തന്നതാണ് 41 തവണ നാരിദ് സ്വലാത്ത്. ആഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട്, ഉദ്ദേശങ്ങൾ നടന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇത് നിയ്യത്താക്കി നേർച്ചയാക്കി ചൊല്ലുക. പ്രയാസം നീങ്ങിപ്പോവാനൊക്കെ നാരിദ് സ്വലാത്ത് നിയ്യത്താക്കിയിട്ട് ചൊല്ലുക കേട്ടോ. അപ്പോൾ മനസ്സുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് ഈ നാരിദ് സ്വലാത്തും ഞാൻ ഈ പറഞ്ഞ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ. ഇപ്പോൾ തന്നെ മനസ്സിലങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. ഞാൻ അത്താഴത്തിൻ്റെ മുന്നേ തന്നെയായിട്ട് ഞാനിത് ചൊല്ലും. അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം. ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം എടുക്കുക, അതാണ് നല്ലത്. അല്ലാണ്ട് നമ്മളിപ്പം അത്താഴത്തിന് ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല, 4 മണിക്ക് എണീറ്റിട്ടാണ് നമുക്ക് കുറേയൊക്കെ കാര്യങ്ങളൊന്ന് റെഡിയാക്കാനുണ്ടാവും. അപ്പോൾ അത് റെഡിയാക്കാതെ നമ്മൾ ഈ ദിക്ർ ചൊല്ലാനിരുന്നാൽ നമ്മുടെ മനസ്സ് മുഴുവനും അതിലേക്കായിരിക്കും ശ്രദ്ധ. റബ്ബേ ഇത് ചൊല്ലി തീർത്തിട്ട് വേണം എനിക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ഇന്നാലിൻ്റെ കാര്യം ചെയ്യാൻ. അങ്ങനെ ചെയ്യരുത്. എല്ലാം റാഹത്തായിട്ട് അല്ലെ അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമായിട്ട്, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെയായിട്ട് ചൊല്ലുക. മനസ്സിലായില്ലേ? സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെയായിട്ട് ചെല്ലുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെ നിങ്ങൾ നിയ്യത്താക്കി ഒന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇത് നിയ്യത്താക്കി ചെല്ലുന്നത്, അതിന് അള്ളാഹു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം അള്ളാഹ് അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കുക. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ സംസാരിക്കരുത്. ഈ ദിക്ർ ചൊല്ലി തീരുന്നത് വരെ നിങ്ങൾ 313 ചൊല്ലി തീരുന്നത് വരെ നിങ്ങൾ വേറെ ഒന്നും സംസാരിക്കാണ്ട് വേണം ചെല്ലാൻ. അതിപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ അങ്ങോട്ട് കയറിയിട്ട് വാതിൽ കുറ്റിയിടുക, എന്നിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാനെ മനസ്സിലോർത്ത് ആത്മാർത്ഥമായിട്ട് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലി തീർക്കട്ടോ. ഇതേ രൂപത്തിലായിട്ട്. ഇനിയും ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ. മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ മനസ്സിന് ഒരുപാട് ഇടങ്ങേറാണിത്ത, സമാധാനമില്ല ജീവിക്കാൻ, പണം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, മക്കൾ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നം വീട്ടിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സമാധാനമില്ല, അടിയും പിടിയുമാണ്, കണ്ടിരിക്കാൻ പറ്റുന്നില്ല, അത്രക്കും ടെൻഷനാണ്, എന്താ ഞാൻ ചെയ്യുക, നിങ്ങളറിയുന്ന ഏതെങ്കിലും ഉസ്താദുമാരുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഉമ്മമാരുണ്ട്. അള്ളാഹുവിനോട് പറയാം, പുണ്യമാക്കപ്പെട്ട റംസാൻ മാസമാണിത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ്. ഒരു ദിക്ർ ചൊല്ലിയാൽ ആ ദിക്റിന് ഇരട്ടി ഫലം കിട്ടുന്ന മാസമാണ്. അതുകൊണ്ട് പാഴാക്കി കളയാതെ സകല വിഷമങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഈ പുണ്യമായ പൂക്കാല മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. ഖുർആൻ ധാരാളമായിട്ട് ഓതട്ടോ. സുബഹിയൊക്കെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 2-3 ജുസൊക്കെ ആയിട്ട് ഓതുക. അതിനായിട്ടൊരു സമയം എന്ന് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിന് മാത്രമായിട്ടുള്ളൊരു സമയമൊന്നും നമുക്കുണ്ടാവില്ല. ഉള്ളതിൽ നിന്ന് നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഈ ഒരൊറ്റ മാസമാണുള്ളത്. ഈ ഒരൊറ്റ മാസം എന്ന് പറയുന്ന രൂപത്തിലായിട്ട് കഴിഞ്ഞു പോകും. ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. ഇനിയിപ്പോൾ നമ്മളൊക്കെ മഹല്ലിലൊക്കെ ഓരോരുത്തരുടെ മഹല്ലിലും ഖുർആൻ ക്ലാസ്സൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഖുർആൻ ക്ലാസ്സിനൊക്കെ ഒന്ന് പങ്കെടുക്കുക. എന്നാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ പഠിക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുണ്ട് ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയാൽ. അപ്പോൾ എല്ലാവരും അതിനൊക്കെ ഒന്ന് പങ്കെടുക്കുക. അതുപോലെ തന്നെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം 2-3 ജുസുമൊക്കെ ആയിട്ട് ഓതുക. അതുപോലെ ലോഹർ ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് നേരത്തെ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഖുർആൻ പാരായണം, കൂടുതലായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നോക്കുക. കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. അതുകൊണ്ട് ഖുർആൻ എടുക്കുന്ന ആ രൂപമൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെ ചളിയും ഒരുപാട് അയക്കുകളൊക്കെ ഉള്ള ഡ്രസ്സിൽ ആ ഖുർആൻ എടുത്തിട്ട് ഖുർആൻ ഓതുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. അത് എടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റേതായ അതപോട് കൂടിയിട്ട് വേണം അതെടുത്ത് ഓതാനൊക്കെ. ഖുർആൻ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അതിന് കൂലിയാണ്. അപ്പോൾ എത്രമാത്രം അതിൻ്റെ ഒരു മഹത്വമുണ്ട് എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്കറിയാലോ. അതുകൊണ്ട് ഖുർആനിനോട് തെറ്റായ രീതിയിൽ ഖുർആൻ എടുത്ത് ഓതാതെ
നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഡ്രസ്സ് എന്ന് പറയുന്നത് പുതിയ ഡ്രസ്സ് ഇടണമെന്നല്ല, നജസ്സില്ലാത്ത നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഖുർആൻ ഓതാൻ നോക്കുക. അതുപോലെ തന്നെ അത്തറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂശിയിട്ട്, ഉണ്ടെങ്കിൽ മാത്രം അത്തറിൻ്റെയൊക്കെ ഒന്ന് പൂശിയിട്ട് ആ ഒരു ഖുർആനോടുള്ള ബഹുമാനത്തോട് കൂടിയിട്ട് ഓതുക ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ദിക്ർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 313 അത്തായ സമയത്ത് എണീക്കുമ്പോൾ ചൊല്ലുക, അല്ലെങ്കിൽ അത്തായം കഴിച്ചതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക, അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ ആയിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാ അത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാതി കാര്യങ്ങളാണുള്ളത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മനസ്സ് തട്ടിക്കൊണ്ട് ദുആ ചെയ്യുക. ആ ദുആ അള്ളാഹ് കേൾക്കും ഇൻഷാ അല്ലാ. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.